1400 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചൊരു പള്ളി ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സെന്റ് ജോർജ് തീർത്ഥാടന കേന്ദ്രം നമ്മുടെ സ്വന്തം ഇടപ്പള്ളി പള്ളി. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പള്ളിമുറ്റത്ത് 100 കണക്കിന് കോഴികൾ സ്വൈര്യമായി നടക്കുന്നത്? ഇത് ഇടപ്പള്ളി പള്ളിയിൽ വളരെ സാധാരണയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിന്റെ പിന്നിൽ ഭയത്തിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു കഥ തന്നെയുണ്ട്. എന്തിനാണ് ആളുകൾ കോഴി ഇവിടെ നേർച്ച ചെയ്യുന്നത്? പുണ്യാളൻ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ആളായതുകൊണ്ട് ശത്രുദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് കോഴികളെ പറത്തി വിടുന്ന ഒരു ആചാരവും ഇവിടെ. ഇത് വെറും കത്തോലിക്ക ആചാരമല്ല. ഇടപ്പള്ളി പള്ളിയിൽ ഈ നേർച്ചകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ വരികയും ഈ കോഴിയെ നേർച്ചയായി ഇവിടെ സമർപ്പിക്കുകയും ചെയ്യാറ്. എന്നാൽ കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇടപ്പള്ളി പള്ളിയിൽ. ഒരിക്കലും പറ്റാത്ത അത്ഭുത കിണർ അഥവാ ഔഷധ കിണർ, വിഷഭയത്തിൽ നിന്നുള്ള മോചനം, പാമ്പുകടി ഏൽക്കാതിരിക്കാനും വിഷത്തിൽ നിന്ന് മോചനം നേടുന്നതിനും വേണ്ടിയിട്ട് പണ്ട് മുതൽക്കേ തന്നെ നാട്ടുകാരിവിടെ കോഴിയെ സമർപ്പണം ചെയ്യാറ്. മണ്ണിലെ വിഷമിറക്കുന്ന മരുന്ന്. ഇടപ്പള്ളി പള്ളിയിലെ മണ്ണ് വീട്ടിൽ സൂക്ഷിക്കുന്നത് വിഷജന്തുക്കളെ അകറ്റുമെന്നതാണ് ശാസ്ത്രം. ഇനിയാണ് കോഴി നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴി നേർച്ചയിലൂടെ കിട്ടുന്ന കോഴികളെ ലേലം ചെയ്തതിന് ശേഷം അതിലൂടെ കിട്ടുന്ന വരുമാനം പാവപ്പെട്ട ജനങ്ങളുടെ ആശുപത്രി കാര്യങ്ങൾ, അവരുടെ ആതുര സേവനങ്ങൾ, വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പള്ളി ചെയ്യുന്നുണ്ട്. കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ സെന്റ് ജോർജ് പുണ്യാളൻ പ്രാർത്ഥനകൾക്ക് മേൽ ഈശ്വരനും ജനങ്ങൾക്കും തമ്മിലുള്ള ഒരു വിശ്വാസം കൂടിയാണ്. ഒരു വിശ്വാസി നടത്തുന്ന വഴിപാട് മറ്റൊരു പാവപ്പെട്ടവന് സഹായകമായി ഭവിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലെ സത്യം.